ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 റിലീസായ ബ്ലഡ് ഹോൺസ് എന്ന ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഗിൽ നേരെ അവൻ്റെ ഇപ്പോഴത്തെ ബിസിനസ് പാർട്ട്ണറായ ഹാങ്ങിൻ്റെ അടുത്തേക്ക് വരും. അവൻ്റെ കൈ തിരിച്ചൊടിച്ച് അവൻ്റെ ഫോണിൽ നിന്ന് തന്നെ അവൻ്റെ അനിയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. ഗില്ലിന് ആ CCTVയിൽ കണ്ട ബൈക്കിൻ്റെ നമ്പർ ട്രേസ് ചെയ്യണം. അത് 5 മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ നിന്റെ സഹോദരൻ്റെ നഗ്ന വീഡിയോ ലീക്കാക്കുമെന്ന് ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഹാങ്ങിൻ്റെ ഫോണുമായി അയാൾ പോകും. ഹാങ്ങിന് നല്ല പോലെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ശേഷം ഗില്ലിന് എന്തിനാണ് ആ ബിൽഡിംഗ് വേണമെന്ന് ഇത്ര വാശി? ഡുയോങ് അതൊക്കെ അവൻ്റെ പ്ലാനാണ്. അവൻ അതിൽ ഒരു കസിനോ തുടങ്ങും, എന്നിട്ടത് അവൻ്റെ ഫിനാൻസ് കമ്പനിയുമായി മെർജ് ചെയ്യും. അപ്പോൾ കസിനോയിൽ ചീട്ട് കളിച്ച് മുടിയുന്നവർക്ക് അവിടുന്ന് തന്നെ അവർ ലോൺ കൊടുക്കും. അങ്ങനെ ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി ലാഭം അവർക്ക് നേടിയെടുക്കാം. ശേഷം ഹാങ്ങിൻ്റെ അനിയൻ CCTV നോക്കി ആ ബൈക്ക് എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. ഹാങ് അവനെ വിളിച്ച് എന്തായി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഹാങ്ങിന് ഇപ്പോഴും നല്ല വിഷമമുണ്ടാവും. ശേഷം ചോയ് എങ്ങനെയും ആ വീഡിയോസ് അവൻ്റെ റൂമിലുള്ള സേഫിൽ നിന്ന് പൊക്കണം. അതത്ര എളുപ്പമല്ലെന്ന് യാങ് പറയുന്നു. അതെങ്ങനെ എടുക്കാമെന്നായിരിക്കും അവരുടെ പ്ലാൻ. ശേഷം അതൊക്കെ കഴിഞ്ഞ് ഡുയോങ്ങും യാങ്ങും പുറത്തിരിക്കുന്നതിനിടയിൽ ഡുയോങ്ങിന് ഒരു കോൾ വരും. പക്ഷെ അയാൾ എടുക്കില്ല. ഇത് കണ്ട യാങ് കുറേ നേരമായാലും ഉറങ്ങിയെന്ന്. ആരാണതെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ഭാര്യയാണെന്ന് പറയും. 2 മാസം കഴിഞ്ഞാൽ ഞാനൊരച്ഛനാവും. യാങ് നീ കല്യാണം കഴിച്ചോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്താ എന്നോട് പറയാതിരുന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ചോയിയെ സഹായിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ഒഴിവാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. യാങ് കുറച്ച് പണം എടുത്ത് കൊടുത്ത് ഇതെൻ്റെ വകയായി അവൾക്ക് എന്തെങ്കിലും പോയി വാങ്ങിക്കൊടുക്കുമെന്ന് പറയും. ശേഷം ചോയ് കിമ്മിനോട് ഞാനായിരുന്നു പലിശ സ്ഥാപനത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അവന് പഠിപ്പിച്ചു കൊടുത്തത്. ആ അറിവ് വെച്ചാണ് അവൻ ആളുകളെ പിഴിയുന്നതും. എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തണം കിം, ഞാൻ എന്തിനും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുന്നു. ശേഷം ഹാങ്ങിൻ്റെ ബ്രദർ ആ വണ്ടി കണ്ടെത്താനുള്ള തിരക്കിലാണ്. 5 മണിക്കൂറാവാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒടുവിൽ അത് ഡുയോങ്ങിൻ്റെ സ്റ്റോറിലേക്കാണ് ആ വണ്ടി പോകുന്നത് അവൻ കണ്ടുപിടിക്കുന്നു. അവൻ ഗില്ലിനെ വിളിച്ച് ആ അഡ്രസ്സ് കൊടുക്കുന്നു. അതോടെ ഗിൽ തൻ്റെ കൂട്ടാളികളുമായി തയ്യാറായി. എന്നിട്ട് നേരെ അഡ്രസ്സ് കിട്ടിയ ആ സ്റ്റോറിലേക്ക് ചെല്ലും. ആ സമയം അവിടെ ആരുമില്ലായിരുന്നു. അവിടെയുള്ള ഓഫീസ് മൊത്തം അവർ അരിച്ചു പെറുക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ബേസ്മെൻറ്റിൽ ഇറങ്ങി അവിടെയുള്ള പാടുകളും ഉപ്പുവെള്ളവും ഒക്കെ കാണുന്നതോടെ ജാക്കിനെ ഇവിടെ എത്തിച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുന്നു. കാങ്ങിനോട് നിനക്കെന്ത് തോന്നുന്നു, ജാക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ട് അവൻ പറയാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ അവൻ ജീവനോടെ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. എന്നിട്ട് ഡുയോങ്ങിൻ്റെ ഓഫീസിൽ നിന്ന് അവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കണ്ടെത്തുന്നു. അവർ നേരെ ഡുയോങ്ങിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. ഗിൽ അവൻ്റെ ആളുകളോട് അവനെ കൊല്ലരുത്, എനിക്കവനെ ജീവനോടെ വേണം, കുറച്ച് കാര്യങ്ങൾ അവൻ്റെ അടുത്ത് ചോദിച്ചറിയാനുണ്ട്. എന്നിട്ട് ആ വാതിൽ മുട്ടുന്നു. ഡുയോങ്ങും വൈഫും നല്ല ഉറക്കത്തിലായിരുന്നു. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഭാര്യ വാതിൽ തുറക്കാൻ നേരം ഡുയോങ്ങിന് എന്തോ ഒരു ഡൗട്ട് അടിക്കും. അവൻ കീ ഹോളിലൂടെ നോക്കിയപ്പോഴേ മനസ്സിലായി അത് ഗില്ലിൻ്റെ ആളുകളാണെന്ന്. പെട്ടെന്ന് വൈഫിനെ റൂമിലാക്കി എന്ത് ശബ്ദം കേട്ടാലും വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. ഗില്ലിൻ്റെ ആളുകൾ ജനാല കുത്തിപ്പൊളിച്ച് അകത്ത് കയറാനായിരിക്കും നോക്കുന്നത്. വൈഫ് ആ നേരം പോലീസിനെ വിളിക്കുന്നു. ഡുയോങ് അവിടെയുള്ള കത്തിയെടുത്ത് അവരെ ആക്രമിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു ഫൈറ്റ്. മരണം വരെ ഫൈറ്റ് ചെയ്യുക എന്നല്ലാതെ വേറൊരു വഴിയുമില്ല അവന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. കുറേ അടിച്ച് അവശനാക്കും. ആ സമയം അവിടേക്ക് ഗില്ലും കാങ്ങും എത്തും. അവിടെ എത്തിയ ഗില്ലിൻ്റെ നോട്ടം അവൻ്റെ ഭാര്യ ഇരിക്കുന്ന റൂമിലേക്കായിരിക്കും. ഗിൽ, നമ്മൾ പഴയ കൂട്ടുകാരല്ലേ, നിന്നെയും നിൻ്റെ ഭാര്യയെയും ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം. യാങ്ങും ചോയും എവിടെയാ താമസിക്കുന്നതെന്ന് നീ പറഞ്ഞു തരണം. ഡുയോങ് വല്ലാത്തൊരവസ്ഥയിലാണ്. തൻ്റെ ഭാര്യയെ രക്ഷിക്കുകയും വേണം, ചോയിനെയും യാങ്ങിനെയും ചതിക്കാനും വയ്യ. അവൻ സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങും. ശേഷം ഇതൊന്നും അറിയാതെ മറ്റവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നു. വുജിൻ ആ സമയം എണീച്ചിട്ട് പോലും ഉണ്ടാവില്ല. കിം ഇന്ന് അവൻ്റെ അമ്മയെ അനാഥാലയത്തിൽ ആക്കാൻ പോവാണ്, അവിടെ അമ്മ സേഫ് ആയിരിക്കുമെന്ന് പറയും. അങ്ങനെ യൂൻജുവും കിമ്മും അമ്മയെ കൊണ്ടാക്കാനായി പോകുന്നു. യാങ്ങും താൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങും. യാങ് അവിടെ എത്തി ജോലിക്കാരെ വിളിക്കുമ്പോൾ ആരെയും കാണുന്നുണ്ടാവില്ല. അവർ ഒരു സൈഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്നുണ്ടാവും. ഇത് യാങ് കാണുന്നില്ല.
അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവിടുന്ന് ഗില്ലിനെ അവൻ കാണുന്നു. ഞാൻ ഇവിടെയാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? ഗിൽ അത് ഡുയോങ് ആണെന്ന് പറയും. അവൻ ഞെട്ടി, അവരിപ്പോൾ എവിടെയാ? നീ എന്താ അവരെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊന്നെന്ന് പറയും. അവിടെ വെച്ച് അവർ ഫൈറ്റ് ചെയ്യും. ഗില്ലിൻ്റെ കയ്യിൽ മാത്രമായിരിക്കില്ല, കാലിലും കത്തി തന്നെയായിരിക്കും. പോരാത്തതിന് കത്തി കയറാതിരിക്കാൻ വേണ്ടി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഇട്ടിട്ടുണ്ടാവും. അവിടെ വെച്ച് യാങ് മരണപ്പെടുന്നു. ശേഷം ഗില്ലും ആളുകളും നേരെ ചെല്ലുന്നത് ചോയുടെ വീട്ടിലേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വുജിന് ഒരു അപകടം വരുന്നുണ്ടെന്ന് മനസ്സിലാവും. ഈ കാര്യം ചോയിയെ അറിയിക്കുന്നു. CCTV നോക്കുമ്പോൾ ഒരുപാട് ആളുകളെ അവൻ കാണുന്നു. ചോയി വേഗം ബേസ്മെൻറ്റിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എല്ലാം കൂടെ അകത്ത് കയറി വരും. വുജിൻ അതിനെയൊക്കെ നേരിടാൻ തുടങ്ങും. ചോയ് കുറേ വിളിക്കും അവനെ. അങ്ങനെ ചോയ് നേരെ ബേസ്മെൻറ്റിലെ ലോക്കറിൽ നിന്ന് തോക്കെടുക്കാനായി പോകും. എന്നിട്ട് ചോയിയെ പിടിക്കാനായി ചെല്ലുമ്പോൾ അയാൾ കയ്യിലുള്ള തോക്കുമായി എല്ലാത്തിനെയും വെടിവെച്ചിടാൻ തുടങ്ങും. മറുഭാഗത്ത് വുജിനെ കത്തി കൊണ്ട് കുറെ കുത്തും. കാങ് ചോയിയുടെ അടുത്തെത്തി അയാളെ അടിച്ച് നിലത്തിട്ട് തല്ലിച്ചതക്കും. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ ഗിൽ അവിടെ എത്തും. ഇവനെ കൊല്ലാതെ എനിക്ക് വേണ്ടി ബാക്കി വെച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ആ ലോക്കറിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പതുക്കെ അവൻ്റെ കഴുത്തറക്കും. അങ്ങനെ ചോയ് മരണപ്പെടുകയാണ്. ശേഷം അനാഥാലയത്തിൽ നിന്ന് കിമ്മും യൂൻജുവും തിരിച്ചു വരുന്നു. അവിടെ മൊത്തം പുക വരുന്നത് കണ്ട അവർ പേടിയോടെ അകത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെ മൊത്തം കത്തിച്ചിട്ടുണ്ടാകും. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വുജിനേറ്റ് അവൻ പുറത്തേക്ക് പോകും. നോക്കുമ്പോൾ ചെറിയൊരു ജീവൻ ബാക്കിയുണ്ട്. യൂൻജു മരിച്ചു കിടക്കുന്ന ചോയിയെ തട്ടി വിളിക്കും. കിം അവിടെ എത്തുമ്പോൾ കരഞ്ഞ് അവിടുന്ന് പോരാതെ ഇരിക്കുന്ന യൂൻജുവിനെയാണ് കാണുന്നത്. ചോയ് മരിച്ചെന്ന് കാണുന്ന കിമ്മും ഷോക്കാവും. തീ മൊത്തം അവിടെ പടരുകയാണ്. കിം യൂൻജുവിനെ വിളിച്ച് പുറത്തേക്ക് പോകുന്നു. പക്ഷെ അവൾക്ക് ചോയിയെ തനിച്ചാക്കി വരാൻ ഒരിക്കലും കഴിയുന്നുണ്ടാവില്ല. അങ്ങനെ അവളെയും കൂട്ടി വുജിനെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഒരുപാട് രക്തം പോകുന്നുണ്ടാവും. അതുകൊണ്ട് ബ്ലഡ് ആവശ്യമാണെന്ന് പറയും. കിം ഞാൻ കൊടുക്കാം. ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ A പോസിറ്റീവ് ആണെന്ന് പറയും. കിമ്മിൻ്റെയും അതുതന്നെയായിരിക്കും. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കും. അപ്പോഴും വുജിൻ്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് രക്തം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രക്തം ആവശ്യമാണ്. കിം ഇതുകൊണ്ട് അവനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും വേണ്ടി വരുമെന്ന് പറയും. എങ്കിൽ എൻ്റേന്ന് തന്നെ വീണ്ടും എടുത്തോളൂ എന്ന് പറയുമ്പോൾ നേഴ്സ് കൂട്ടാക്കില്ല. നിങ്ങളുടെ ബോഡിയിൽ അത്യാവശ്യം ബ്ലഡ് വേണം, ഇല്ലെങ്കിൽ അത് റിസ്ക്കാണ്. അതോർത്ത് പേടിക്കണ്ട, ഞാനൊരു ബോക്സറാണ്. ഞാൻ ചാവണമെങ്കിൽ ഈ ചോരയൊന്നും എടുത്താൽ പോരാ. അപ്പോഴും അവരതിന് തയ്യാറാവില്ല. പെട്ടെന്ന് കിം കരയാൻ തുടങ്ങും. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ, പ്ലീസ്, എനിക്കൊന്നും പറ്റില്ല, ഇനിയും ബ്ലഡ് എടുക്കെന്ന് പറഞ്ഞ് യാചിച്ച് അവൻ കരയാൻ തുടങ്ങും. ഡോക്ടർമാർ എല്ലാവരും അവനെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലായിരിക്കും. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.